ഇപ്പം ഇവിടെ നിറഞ്ഞിരിക്കുന്ന നിർദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈദ്ഗാഹുകളുണ്ട് അല്ലെങ്കിൽ പള്ളികളുണ്ട്, അതിനുള്ളിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പെരുന്നാൾ നിസ്കാരം കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പം നമ്മൾ സാധാരണ കാണാറുണ്ട്, ഇപ്പോൾ റംസാനിലല്ല അല്ലെങ്കിൽ പെരുന്നാളിനല്ല, അല്ലാത്ത വെള്ളിയാഴ്ചകളിൽ പോലും ചില ജുമാ നിസ്കാരം ഇപ്പോൾ കോഴിക്കോടൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ചില ദിവസങ്ങളിൽ പള്ളികൾക്ക് പുറത്തേക്ക് വിശ്വാസികൾ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ റോഡ് വക്കിലൊക്കെ ആളുകൾ നിന്ന് നിസ്കരിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇതൊരു പതിവ് കാഴ്ചയാണ്. അത് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും സൃഷ്ടിക്കാറില്ല. അതുപോലെ ഇതൊരു പെരുന്നാൾ ദിവസമാണ്. പെരുന്നാൾ ദിവസം നിശ്ചിത സമയത്താണ് പെരുന്നാൾ നമസ്കാരം നടക്കുക. ആ സമയത്ത് മാത്രമുള്ള ഒരു സംഗതിയാണ് ഇത്. അത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ റോട്ടിൽ കാണുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ പാസ്പോർട്ട് റദ്ദാക്കും എന്ന് മുന്നറിയിപ്പ് കൊടുക്കുക? എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ്? ഇതൊരു റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറ്റകൃത്യമായിട്ട് കാണാം. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കാം. പക്ഷേ അതിനെങ്ങനെയാണ് നിങ്ങൾ പാസ്പോർട്ട് റദ്ദാക്കും, ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും, നിങ്ങൾക്ക് ഇനി പാസ്പോർട്ട് കിട്ടണമെങ്കിൽ കോടതിയുടെ NOC, ഇങ്ങനെയുള്ള നിബന്ധനകൾ മുമ്പോട്ട് വയ്ക്കുക? എങ്ങനെയാണ്? ഇതൊരു ലോജിക്കലല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകളെ എങ്ങനെയാണ് ഭയപ്പെടുത്തുക പോലീസ്? ജനാധിപത്യത്തിന്റെ കീഴിലെ ലോജിക്സ് ഉള്ളൂ. ഇപ്പൊ ഒരാൾ ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ വീട് എങ്ങനെയാണ് ബുൾഡോസർ വെച്ച് ഇടിച്ചു തീർക്കുന്നത്? നിങ്ങൾ ഒരു കേസിൽ പ്രതിയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട് എങ്ങനെയാണ് ബുൾഡോസർ വെച്ച് ഇടിച്ചു തകർക്കുന്നത്? അവരെ എങ്ങനെയാണ് പിടിച്ച് ജയിലിന്റെ അകത്തിടുന്നത്? ഇതൊന്നും ഒരു ലോജിക്കിലോ ഒരു തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിൽ നമ്മുടെ സംവിധാനം, നമ്മുടെ ഭരണകൂടം, നമ്മുടെ നിയമങ്ങൾ ഇതൊന്നും അനുശാസിക്കുന്ന തരത്തിലല്ലല്ലോ ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ഭരണകൂടത്തോടോ ഇന്ത്യൻ ഭരണഘടനയോടോ യാതൊരു തരത്തിലുള്ള ഒരു മതിപ്പുമില്ലാത്ത, അതിനനുസരിച്ചല്ലാതെ അവരുടേതായിട്ടുള്ള ഒരു സ്വന്തം ഭരണഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്സവത്തിന് അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു ഉത്സവത്തിന് ആളുകൾക്ക് പുറത്തിറങ്ങാം, അതിന് അവർക്ക് തെരുവുകൾ ഉപയോഗിക്കാം. അത് മറ്റു മതവിഭാഗക്കാർക്ക് ശല്യമുണ്ടാകുന്നുള്ള പ്രശ്നമല്ല. പക്ഷെ വളരെ നോർമലായിട്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉടനീളം ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ഒരു ആരാധനാലയങ്ങളുടെ ഒരു ചുറ്റുപാടുകളിൽ മാത്രമായിട്ടുള്ളതല്ല. അതൊരു സമൂഹത്തിന്റെ ആഘോഷം കൂടിയാണ്. നമുക്ക് എവിടെയും അത് കാണാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തില് അത് വളരെ ദൃശ്യമാണ്. പള്ളികളിലെ പെരുന്നാളായിക്കോട്ടെ, ഈദുൽ ഫിത്ർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റു ഉത്സവങ്ങളായിക്കോട്ടെ, ഈവൻ നബിദിനത്തിന് ഉള്ള ഘോഷയാത്രകളായിക്കോട്ടെ, എല്ലാം നമുക്ക് ഈ തെരുവുകളും അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഒരു ആഘോഷത്തിന് കേരളത്തിന്റെ ഒരു നഗരം മുഴുവൻ വിട്ടുകൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായിട്ടും ഒരു നഗരം വിട്ടുകൊടുക്കുന്നു. ആ നഗരത്തില് എല്ലാ സൗകര്യങ്ങളും അതിനുവേണ്ടി കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ നഗരം വൃത്തിയാക്കുന്ന ചുമതല കൂടി നമ്മുടെ ഒരു നഗരാസു ഇതിന്റെ ചുമതലയുള്ള ആളുകൾ, അതായത് ഒരു ഗവൺമെന്റ് പ്രോസസ്സിലൂടെ ചെയ്യുന്നു. നമ്മൾ UP തന്നെ കുറച്ചു നാൾ മുമ്പ് കണ്ടതല്ല, UP ഒരു പ്രദേശം മുഴുവൻ ഹിന്ദുമത ഇതായിട്ടുള്ള കുംഭമേളക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു. അവിടെ ആ സമയത്ത് ആ പ്രദേശത്ത് അലഹബാദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വളരെ ഗണ്യമായ മുസ്ലിം സമൂഹം ഉള്ള ഒരു സ്ഥലമാണ് പ്രയാഗ്രാജ് എന്ന് പേര് മാറ്റിയിട്ടുള്ള ആ പ്രദേശത്ത്. ആ പ്രദേശത്ത് എത്രയോ കാലത്തോളം ജീവിതം എന്ന് പറയുന്നത് കുംഭമേളയ്ക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. എവരിത്തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു 24/7 എന്നുള്ള രീതിയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കുംഭമേളയ്ക്ക് മാത്രം അനുസരിച്ച് നടക്കുന്നതാണ്. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു വലിയ ആഘോഷമാണ്. സ്വാഭാവികമായിട്ട് സ്റ്റേറ്റിന് റവന്യൂ കിട്ടുന്ന ഒരു കാര്യമാണ്. കുംഭമേള പോലൊരു സ്ഥലത്ത് നമുക്ക് പൂർണ്ണമായിട്ടും അതിന് ഈ പറഞ്ഞ രീതിയിൽ അതിന്റെ ഒരു ന്യായം ഒരു ഭാഗത്ത് ഒരു പക്ഷെ ഉണ്ടാകുമായിരിക്കും. അതിനെ സെലിബ്രേറ്റ് ചെയ്ത രീതികളോടൊക്കെ നമുക്ക് പലതരത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും അതൊരു കൂട്ടം വിശ്വാസികളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉജ്ജയിൻ എന്ന് പറയുന്ന സ്ഥലം, ഉജ്ജയിൻ മധ്യപ്രദേശില് കുംഭമേള നടക്കുന്ന സ്ഥലമാണ്. ഉജ്ജയിനിലെ കുംഭമേള നടക്കുന്ന പ്രദേശത്തെ ഏതാണ്ട് 60% മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഉജ്ജയിനിൽ കുംഭമേള നടക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുള്ളൂ. അവിടെയുള്ള മുസ്ലിം വീടുകളിൽ ഏതാണ്ട് ഒരു 6 മാസത്തേക്ക് അവർക്ക് ആ കുംഭമേളയുടെ മുമ്പും ശേഷവുമായിട്ടുള്ള പ്രദേശങ്ങളിൽ അവർക്ക് നോൺ വെജിറ്റേറിയൻ വാങ്ങിക്കാൻ പോലും പറ്റില്ല.
പക്ഷെ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ അവിടെ നടക്കുന്ന ഒരു ആഘോഷം, ആ നഗരത്തിൽ നടക്കുന്ന ഒരു ആഘോഷം, ഒരു വളരെ വർഷങ്ങളിൽ ഇടയ്ക്ക് വെക്കുന്ന ആഘോഷം, അവർ ആ സമൂഹം മുഴുവൻ ഇതിനെ അംഗീകരിച്ചിട്ടാണ് പോകുന്നത്. കേരളത്തില് അല്ല ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഇതര മതവിശ്വാസികളുടെ ആഘോഷങ്ങളോട് ചേർന്ന് നിന്നിട്ടാണ് നമ്മുടെ സൊസൈറ്റി വലുതായിട്ടുള്ളത്. അത് അക്രമത്തിലേക്കോ ഇതിലേക്കോ പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ രാമനവമി ആയിക്കോട്ടെ, ഹനുമാൻ ജയന്തി ആയിക്കോട്ടെ, ഏത് ആഘോഷത്തിലും മുസ്ലിം വീടുകളിലേക്ക് ആക്രമണം നടത്തുക, മുസ്ലിം കോളനികളിലേക്ക് കയറി അതിക്രമിക്കുക എന്നുള്ളത് ചെയ്യുന്നത് ഈ സംഘപരിവാർ ഗ്രൂപ്പ്സും അവരുടെ ആളുകളും മാത്രമാണ്. അത് സമൂഹത്തിൽ മനഃപൂർവ്വമായിട്ട് പ്രൊവോക്കേഷൻ ഉണ്ടാക്കാൻ ചെയ്യുന്നത്. അതർവൈസ് ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മറ്റേതെങ്കിലും തരത്തിൽ പരസ്പര യോജിപ്പോടുകൂടി, പരസ്പര വിശ്വാസത്തോടു കൂടി, പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തതാണ് എല്ലാ ആഘോഷങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സൈഡില് നിങ്ങൾക്ക് ഈ കുംഭമേള അടക്കം മറ്റെല്ലാ ആഘോഷങ്ങളും നടത്താം. ഹോളിക്ക് വേണ്ടിയിട്ട് മറ്റ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും കോംപ്രമൈസ് ചെയ്യണം. പക്ഷെ പെരുന്നാളിന്റെ അന്ന് ഈദ്ഗാഹിന്റെ സമയത്ത് നിങ്ങൾ ആ പ്രദേശത്തിന് പുറത്ത് എവിടെയെങ്കിലും നിസ്കരിച്ചാൽ നിങ്ങളെ ആ സമയത്ത് പോലീസ് പാസ്പോർട്ട് റദ്ദാക്കും. നിങ്ങൾ മറ്റേതെങ്കിലും തമ്മിൽ നമ്മുടെ ക്രിമിനൽ കേസുകളിൽ നിങ്ങൾ കുറ്റവാളികളാക്കും എന്ന് പറയുന്നത് നിങ്ങൾ ഈ സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിനെ ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കാണുന്നില്ല എന്ന സ്റ്റേറ്റിന്റെ ഡിക്ലറേഷൻ. അതിൽ ഒരു സംശയമില്ല.